ഹായ് ഓൾ, നമ്മൾ എൻഡോഴ്സ്മെന്റ് ഓർത്തിരിക്കാൻ വേണ്ടിയിട്ടുള്ള അടുത്ത വീഡിയോയുമായിട്ടാണ് എത്തിയിരിക്കുന്നത്. നമുക്ക് ക്ലാസ്സിലോട്ട് പോകാം. സാൻഫ്രൈസ് എൻഡോഴ്സ്മെന്റ്. നമ്മൾ വളരെ കൂട്ടുകാരാണെന്ന് വിചാരിക്കുക. അതുകൊണ്ട് തന്നെ എന്ത് ചെയ്യുന്നു, നിനക്ക് ഇപ്പൊ ഇൻ കേസ് എന്തെങ്കിലും എൻഡോഴ്സ്മെന്റ് മൂലം നിങ്ങൾക്ക് എന്തെങ്കിലും നഷ്ടം ഉണ്ടായിട്ടുണ്ടെങ്കിൽ ആ നഷ്ടത്തിന്റെ പൈസ മാത്രം ഞാൻ തരാം, നമ്മൾ ഫ്രണ്ട്സ് ആയതുകൊണ്ട്. പക്ഷെ അഡീഷണൽ ആയിട്ട് വരുന്ന ഒരു ചെലവ്, ₹1 പോലും ഞാൻ എന്ത് ചെയ്യില്ല, വഹിക്കത്തില്ല എന്ന് പറയുന്നു എൻഡോസർ. നമുക്ക് നോക്കാം. ദി എൻഡോസർ മേക്ക് ഇറ്റ് clear that he does not want any additional expense to be incurred on his account on the instrument. അതായത് എൻഡോഴ്സ്മെന്റ് നടത്തി കഴിഞ്ഞിട്ട് അത് ഡിസോണർ ആയി കഴിഞ്ഞാൽ അഡീഷണൽ ആയിട്ട് വരുന്ന എക്സ്പെൻസസ് ഒന്നും എന്ത് ചെയ്യില്ല, എൻഡോസർ വഹിക്കത്തില്ല. നമ്മൾ കൂട്ടുകാരായതുകൊണ്ട് ചെയ്യുന്നു, അതിന്റെ ആ ഒരു എമൗണ്ട് മാത്രം എന്ത് ചെയ്യാം, നിങ്ങൾക്ക് തരാം. കൂടുതൽ എക്സ്പെൻസസ് ഒന്നും എന്ത് ചെയ്യില്ല, ഞാൻ വഹിക്കത്തില്ല എന്ന് പറയുന്നു. ഇനി സാൻ റീകോഴ്സ് എൻഡോഴ്സ്മെന്റ്. ആൻ എൻഡോഴ്സ്മെന്റ് ഇൻ വിച്ച് ലിമിറ്റ് ദി ലയബിലിറ്റി ഓഫ് ദി എൻഡോസർ. നമ്മൾ എന്റെ അടുത്തോട്ട് നിങ്ങൾ എന്ത് ചെയ്യണ്ട, ഇനി കൂടുതൽ കാര്യങ്ങൾ പറഞ്ഞൊന്നും വരണ്ട. ഈ ഒരു സാധനം ഞാൻ ഒപ്പിട്ട് തന്നിട്ടുണ്ട്, ഇനി എന്റെ അടുത്തോട്ട് ഇതിന്റെ യാതൊരു കാര്യം പറഞ്ഞോട്ട് എന്റെ അടുത്തോട്ട് വന്നേക്കരുതെന്ന് ഞാൻ പറയുന്നു. അതാണ് എന്താ സാൻ റീകോഴ്സ്, ആൻ എൻഡോഴ്സ്മെന്റ് ഇൻ വിച്ച് ലിമിറ്റ് ദി ലയബിലിറ്റി ഓഫ് ദി എൻഡോസർ. എന്ത് ചെയ്യുന്നു, എൻഡോസർ അദ്ദേഹത്തിന്റെ ലയബിലിറ്റി എല്ലാം എന്ത് ചെയ്യുന്നു, ലിമിറ്റ് ചെയ്യുന്നു. അപ്പൊ നമുക്ക് ഇതുപോലുള്ള അടുത്ത വീഡിയോയുമായിട്ട് വീണ്ടും കാണാം. താങ്ക്